ശ്രീനാരായണായേതി സമർപ്പയാമി. ശിവഗിരി സംരക്ഷണ സംഘത്തിന്റെ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള ശിവഗിരി തീർത്ഥാടന വിളംബര പദയാത്രയാണ് ഇന്നിവിടെ നിന്നും ആരംഭിക്കുന്നത്. ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നത്. ഈ പദയാത്രയുടെ ക്യാപ്റ്റൻ ശിവഗിരി സംരക്ഷണ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പ്രസന്നൻ വൈഷ്ണവ് അവர்களാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള ആരാധ്യനായ ശ്രീ മോഹൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഇവിടെ നമ്മൾ ഈ വലിയ ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ എത്തിയത് വളരെ ഭാഗ്യമായി കാണുന്നു. അതുപോലെ ഇതിൽ പങ്കെടുക്കാൻ വളരെ കഷ്ടപ്പെട്ട അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള എല്ലാ സംരംഭത്തിലും എല്ലാവരും കഴിയുന്നതും പങ്കെടുത്ത് ഇത് വിജയത്തിലേക്ക് എത്തിക്കണമെന്നും അതുപോലെ നമ്മുടെ വിജയത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും നൽകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീനാരായണീയ ഭക്തരെ, സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങൾ, ശ്രീനാരായണ ഗുരുദേവൻ അരുളി ചെയ്തതനുസരിച്ച് നടത്തുന്ന 91ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി ചേരുന്നതിന് ശിവഗിരി സംരക്ഷണ സംഘം തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 7 ജാഥകൾ, പദയാത്രകൾ ഒന്നിച്ചു ചേർന്ന് ഇന്ന് വൈകുന്നേരം ഗുരുവിൻ്റെ സവിധത്തിൽ ചെന്ന് പ്രാർത്ഥന ആലപിക്കുന്നതാണ്. ഒരു മഹാസൗഭാഗ്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം നൽകുന്ന അങ്ങയുടെ സാമീപ്യം ഉണ്ടാകുമോ? നാം അവിടെ ഉണ്ടാകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പറഞ്ഞ പോലെ വലിയൊരു പ്രാസംഗികനോ ഒരു മഹത് വ്യക്തിയല്ല. പക്ഷേ ചെറുപ്രായം മുതൽ ശ്രീനാരായണ പ്രസ്ഥാനത്തോട്, ഗുരുവിൻ്റെ ദർശനങ്ങളോട് ഒരു താതാത്മ്യ ബന്ധം സ്ഥാപിക്കാൻ ഒരു മഹാഭാഗ്യമാണ്. പക്ഷെ ബൗദ്ധിക സത്യസന്ധത ചരിത്ര നിർമ്മിതിയിൽ ഏറ്റവും വിട്ടുവീഴ്ച ചെയ്യാതെ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറകൾ വഴിതെറ്റിപ്പോകും. കളവ് പ്രചരിപ്പിക്കുക, ചില പ്രേരണകൾക്ക് വിധേയമായി പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ശിവഗിരി സംരക്ഷണ സംഘത്തോടും ഇതിലുള്ള ഓരോ അംഗത്തോടും പറയാനുള്ളത്, ഇപ്പോൾ തന്നെ ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിയുന്നു. അംഗീകാരത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ! ഗുരുധർമ്മം വിജയിക്കട്ടെ!